ഗൈസ്, പലപ്പോഴും ബ്രാൻഡ് നോക്കി സാധനങ്ങൾ വാങ്ങുന്നവരാണ് നമ്മൾ. അതിപ്പോൾ ഒരു ഷർട്ടായാലും വാച്ചായാലും അതുപോലെ മൊബൈലായാലും. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ പറയുന്ന ഷർട്ട്, വാച്ച്, മൊബൈൽ ഇതൊക്കെ നമ്മൾ ഓരോ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ്. ഇതിപ്പോൾ ഷർട്ടാണെങ്കിൽ നമ്മുടെ ശരീരം മറയ്ക്കാൻ, അതുപോലെ വാച്ചാണെങ്കിൽ ടൈം നോക്കാൻ, അതുപോലെ മൊബൈലാണെങ്കിൽ കോൾ ചെയ്യാൻ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാൻ. ഇതിലിപ്പം മൊബൈലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, കോൾ ചെയ്യാനും ചാറ്റ് ചെയ്യാനും ബാക്കി ചില ആവശ്യങ്ങൾക്കൊക്കെയാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ ആപ്പിൾ ഐഫോൺ ഇതൊരു മൊബൈൽ എന്നതിനുപരി ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം ഓടി വരിക. അതിനൊരു പ്രീമിയം വാല്യൂ ഉണ്ട്, നമ്മളതിനെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നു, കൂടുതൽ ക്യാഷ് കൊടുക്കുന്നു. നമ്മുടെ ആഡംബര ജീവിതത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മളിപ്പോൾ അതിനെ കൊണ്ടു നടക്കുന്നു. ഒരു LPയുടെ ഷർട്ട്, നല്ലൊരു വാച്ച്, ഒരു ഐഫോൺ ശരിക്കും നമുക്ക് പുറത്തിറങ്ങി നടക്കുന്ന ഒരു അഭിമാനമായിരിക്കും. എന്താ വെച്ചാൽ അമ്മാതിരി കോൺഫിഡൻസ് ആയിരിക്കും. അത്രയും പ്രീമിയം സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക്, വെറും പ്രൊഡക്റ്റുകൾക്ക് ബ്രാൻഡിൻ്റെ പേരിൽ നമ്മൾ അമ്മാതിരി വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇതിനേക്കാൾ ഉപരി വാല്യൂ ഉള്ള ആൾക്കാരായിട്ട് നമുക്ക് മാറാൻ പറ്റും. അതാണ് പേഴ്സണൽ ബ്രാൻഡിങ്. നമുക്കും ബ്രാൻഡായിട്ടുള്ള ഒരാളായി മാറാം. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ബോച്ചെ, അതുപോലെ സന്തോഷ് ജോർജ് കുളങ്ങര, ഷെഫ് പിള്ള, ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ ബ്രാൻഡിൻ്റെ വലിയൊരു മോഡൽസാണ്, എക്സാമ്പിൾസാണ്. ഇവരുടെയൊക്കെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പ്രൊഡക്റ്റിൻ്റെ നെയിം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരിക ഇവരുടെ മുഖമാണ്. ഇപ്പോൾ ചെമ്മണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക ബോബി ചെമ്മണ്ണൂരിൻ്റെ മുഖമാണ്. അതുപോലെ സഫാരി എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ലേബർ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ മുഖമാണ്. കാരണം ഇവരുടെ സ്ഥാപനങ്ങളെക്കാൾ അല്ലെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റുകളെക്കാൾ വില അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ ഇവർക്കാണുള്ളത്. ഇവരെയൊക്കെ പോലെ നമുക്കും ഒരു പേഴ്സണൽ ബ്രാൻഡായി മാറാം. പക്ഷേ ഇതൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്, നല്ല സമയമെടുക്കും. അതിനാദ്യം നമ്മുടെ പർപ്പസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് എന്നെക്കൊണ്ട് അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നത് എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാണ്, ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളായിരിക്കണം ടോപ്പായിരിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ടോപ്പായിരിക്കണം. നമ്മളെ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കണം. കാരണം നമ്മളായിരിക്കണം മെയിൻ. പിന്നെയുള്ളത് പൊട്ടൻഷ്യൽ. നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമുക്ക് എല്ലാ റിസ്കുകളും ഏറ്റെടുക്കാൻ കഴിയണം. നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ പീക്ക് ലെവലിൽ നമ്മൾ എത്തിയിരിക്കണം. മൂന്നാമത്തെ കാര്യം പ്രോമിസ്. അതായത് നമ്മളിപ്പോൾ ഒരു വർക്ക് ഏൽപ്പിച്ചാൽ നമ്മളത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തിരിക്കും എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നണം. നമ്മളെ കണ്ണും പൂട്ടി ഏൽപ്പിക്കാം എന്നൊരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ തന്നെ നമ്മളെ ബിൽഡപ്പ് ചെയ്യുന്നതിലൂടെ, നമ്മൾ തന്നെ നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ പയ്യെ 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 ഒരു പേഴ്സണൽ ബ്രാൻഡായിട്ട് വരും. ഇങ്ങനെ നമ്മൾ ആവണമെങ്കിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയൊരു ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ഏത് വിഷയത്തിലാണോ, ഏത് മേഖലയിലാണോ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്, നമ്മൾ കൂടുതൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ഒന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ കാര്യത്തിൽ നല്ല നോളജ് ഉണ്ടാക്കിയെടുക്കുക, അതിൽ മാസ്റ്ററായിട്ടിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പോലെ നമ്മളെ ചീപ്പായിട്ട് ട്രീറ്റ് ചെയ്യാണ്ട് നമ്മൾ തന്നെ നമ്മളെ ഒരു വാല്യൂ ഉള്ള ഒരു ബ്രാൻഡായിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എന്തിന് ബാക്കിയുള്ള ഒരുപാട് സക്സസ് ആയവരെ, ബാക്കിയുള്ള ബ്രാൻഡിനെയൊക്കെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അവരുടെ നിന്ന് നമുക്ക് യൂസ്ഫുൾ ആയതെല്ലാം പഠിക്കുക, അവർ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം ഇൻടേക്ക് ചെയ്യുക, നമ്മൾ നമ്മളെ തന്നെ ബിൽഡ് ചെയ്യുക, നമുക്ക് നമ്മളെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാം.